തൃശൂർ മുളങ്കുന്നത്ത് കാവിൽ സ്പെയർ പാർട്സ് ഗോഡൌണിലെ തീപിടുത്തത്തിൽ പാലക്കാട് സ്വദേശിയായ യുവാവ് മരിച്ചു. നെന്മാറ സ്വദേശിയായ വെൽഡിംഗ് തൊഴിലാളി ലിബിനാണ് മരിച്ചത്. തൃശൂരിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് അപകടസ്ഥലത്ത് വിശദമായ പരിശോധന നടത്തും. മുളങ്കുന്നത്തുകാവ് കോഴിക്കുന്നിൽ ഓട്ടോനിറ്റി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്പെയർ പാർട്സ് ഗോഡൌണിലാണ് വൈകിട്ട് 7:30-യോടെ തീപിടുത്തമുണ്ടായത്. കെട്ടിടം നവീകരിക്കുന്നതിന്റെ ഭാഗമായി ജോലി ചെയ്ത വെൽഡിംഗ് തൊഴിലാളികളാണ് ആദ്യം തീപിടിച്ച കാര്യം അറിഞ്ഞത്. തീപിടുത്തത്തിൽ മരിച്ച ലിബിൻ അടക്കമുള്ളവർ വെള്ളമൊഴിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ സമയം വലിയ പൊട്ടിത്തെറിയോടെ തീ ആളിപ്പടരുകയായിരുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായും ഏകദേശം ഒരു 50 മുതൽ 50 വരെയുള്ള തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അത് അവര് രാവിലെ 9 മണിക്ക് വന്ന് 5 മണിക്ക് തിരിച്ചു പോയതിനു ശേഷമാണ് അവിടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വെൽഡിംഗ് വർക്ക്ഷോപ്പുകാർ അവിടെ പണി ആരംഭിച്ചത്. വെൽഡിംഗ് വർക്ക്ഷോപ്പുകാർ പാലക്കാട് നിന്നുള്ള 5 പേരാണ് അവിടെ പണിക്ക് ഉണ്ടായിരുന്നത്. അതില് താഴെ നിൽക്കുന്ന ആള് കുറച്ചു പേര് 4 പേര് മുകളിലായിരുന്നു. താഴെ നിൽക്കുന്ന ആളാണ് ആദ്യം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തീ അണയ്ക്കാനായിട്ട് ആള് ബാത്റൂമിലേക്ക് പോയി വെള്ളം എടുക്കാൻ നിൽക്കുന്ന സമയത്ത് വലിയ പൊട്ടിത്തെറിയോടുകൂടി പൂർണ്ണമായും പെട്ടെന്ന് കത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെയാണ് ഒരാൾ അതിന്റെ ഉള്ളിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പാലക്കാട് നിന്നുള്ള ലിബിൻ 22 വയസ്സ് പറയുന്ന ആളാണ് അപകടത്തിൽ മരണപ്പെട്ടത്. ബാക്കി 4 പേരും പുറത്തു ചാടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സുഹൃത്തുക്കൾ പുറത്തേക്കോടി രക്ഷപ്പെട്ടെങ്കിലും ലിബിൻ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയി. അപകടത്തിന് പിന്നാലെ തൃശൂരിൽ നിന്നടക്കം 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി. എന്നാൽ ഫയർ എഞ്ചിനുകൾക്ക് അപകട സ്ഥലത്തേക്ക് എത്താനായില്ല. തുടർന്ന് നാട്ടുകാരുടെ കൂടി സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സ്വാഭാവികമായും ഒരു സ്ഥാപനം കത്തി കഴിഞ്ഞാൽ നമുക്കൊരു 3-4 യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ തീ അണയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ കത്തിപ്പിടിച്ചതിന്റെ ഭാഗമായിട്ട് തീ അണയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ വേണ്ടത്ര രീതിയിലുള്ള ഫയർ സംവിധാനമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തൽ. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ ലിബിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് അപകടസ്ഥലത്ത് വിശദമായ പരിശോധന നടത്തും. ന്യൂസ് മലയാളം, തൃശൂർ.